Hello, welcome to my channel homegrown recipes. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. അതായത് സാധാരണ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അധിക ചേരുവകളൊന്നും ഇല്ലാണ്ട് നാടനായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഒരു 5 സവാള ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും ആഡ് ചെയ്യാം. അപ്പോൾ സവാളയുടെ ഒന്നിച്ച് തന്നെ ഉപ്പും ചേർത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സവാളയുടെ നിറം മാറുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 3 തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഒടിഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതായത് 4 പച്ചമുളക്, 1 ഇഞ്ചി, പിന്നെ 6 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മുമ്പ് ഉണ്ടാക്കിയ പേസ്റ്റിൻ്റെ വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. ഇതിനെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരച്ച് വെച്ച മുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കൻ പീസസൊക്കെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു 2 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി സ്പൈസി ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മൂടിയിട്ട് ഒരു 40 മിനിറ്റ് വെക്കാം. എന്നിട്ട് അവസാനം നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്യാം. കുറച്ചും കൂടി രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ തൈര് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് സെർവ് ചെയ്യാം. ഇതൊരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. ഇതിന് നല്ലൊരു നാടൻ രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്യുക. പിന്നെ ഫീഡ്ബാക്കിൽ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലായി അറിയിക്കുക. ഈ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.